ഈ മഹത്തായ കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയും കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ഒരു പൈതൃക സംരക്ഷണ കേന്ദ്രവുമാണ് നമുക്കാവശ്യം. പക്ഷേ നമ്മുടെ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ സാമ്പത്തിക കഴിവും നമ്മുടെ മറ്റെല്ലാ നിലക്കുള്ള പിൻഫലവും കുറേ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും മറ്റ് ചിലപ്പോൾ കുറച്ച് ചാരിറ്റിക്കും വേണ്ടി മാത്രമേ നമ്മൾ നീക്കി വയ്ക്കുകയുള്ളൂ. അല്ലാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു അനാവശ്യമായിട്ടാണ് നമ്മുടെ സമൂഹം അന്നും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒന്ന്, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ CHRൻ്റെ റിസർച്ച് ഓഫീസർ എന്ന നിലയ്ക്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 14 വർഷമായിട്ട് മാപ്പിള ഹെറിറ്റേജ് ലൈബ്രറിയും കേരള മുസ്ലിങ്ങളുടെ കഴിഞ്ഞകാല രേഖകളുടെ ഒരു അതിസമ്പന്നമായ ശേഖരം തന്നെ അവിടെയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രേഖകൾ എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമേ അല്ല. ഇനി നമ്മൾ രേഖ സൂക്ഷിക്കാതിരുന്നാൽ നമുക്കൊക്കെ അനുഭവം എന്തായിരിക്കുമെന്ന് കൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പോഴും നമ്മുടെ റോഡ് പണി ബൈപ്പാസ് വന്നപ്പോൾ പോലും എൻ്റെ അറിവിൽ 4-5 പള്ളിക്ക് ഒരു കടലാസും ഒരു രേഖയില്ലാത്തത് കൊണ്ട് ഒരു നഷ്ടപരിഹാരവും കിട്ടാൻ സാധ്യതയില്ല, കിട്ടിയിട്ടുമില്ല എന്നുള്ളതാണ്. നമ്മളങ്ങനെയാണ്. ഇതിനെക്കുറിച്ചൊക്കെ 150 വർഷം മുമ്പൊക്കെ വക്കമൗലവി എഴുതിയിട്ടുണ്ട്. നമ്മുടെ പള്ളികളിൽ വിവാഹ രജിസ്റ്ററിനെ കുറിച്ച്, ജനന മരണ രജിസ്റ്ററെക്കുറിച്ച്, അക്കാദമിക് രജിസ്റ്റർ സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ. പക്ഷേ അതൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ പോകും എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യാ ചരിത്രത്തിൽ നിന്ന് സുദീർഘമായ 850 വർഷക്കാലം ഭരിച്ച ആ ഒരു കാലഘട്ടം തന്നെ നമ്മുടെ ചരിത്രത്തിൽ നിന്ന്, നാഷണൽ ചരിത്രത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. നമ്മൾ ആ ഒന്നിനെയും ന്യായീകരിക്കേണ്ടതൊന്നുമില്ല. ചരിത്രം ചരിത്രമായി തന്നെ നിലനിന്നാൽ മതി. ചരിത്രത്തിൽ കാലഘട്ടത്തിൽ നന്മയും തിന്മയും ഉണ്ടാകും, സത്യവും അസത്യവും ഉണ്ടാകും. അതൊക്കെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം. അങ്ങനെയുള്ളൊരു ചരിത്രത്തിൻ്റെ രചനാരംഗത്തേക്ക് നമ്മൾ ശ്രമിച്ചാൽ അതിൻ്റെ പരാജയം മാത്രമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ ഗ്രന്ഥങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച് പഴയ രേഖകൾ കണ്ടെടുത്ത് പ്രസിദ്ധീകരിക്കുന്നൊരു ശ്രമം നടത്തി. അതിനൊന്നും ഒരു ഫണ്ടും ഒരു ഭാഗത്തുനിന്നും, നമ്മുടെ MLA-മാരുടെ ഭാഗത്തുനിന്ന് പോലും ഇപ്പോഴും സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ നടത്തുന്ന, ഗവൺമെൻറ് നടത്തിയ ബുക്ക് പ്രദർശനം ഇതുണ്ടായിരുന്നല്ലോ, ബുക്ക് മേള, ഒരു MLA-ക്ക് 3 ലക്ഷം റുപ്യൻ്റെ ഫണ്ടിങ് ഉണ്ട്. അതിൽ നിന്ന് ഒരു സംഖ്യ കിട്ടിയാൽ നമ്മുടെ പ്രവർത്തനമൊക്കെ നടന്നു പോകുമായിരുന്നു. പക്ഷെ അത് നടക്കില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയും വേണ്ട. ഈ രംഗത്തേക്ക് ജീവിതം ഒഴിഞ്ഞു വെച്ച മനുഷ്യനെ ഒന്ന് ആദരിക്കാൻ പോലും നമുക്ക് സമയവും സന്ദർഭവും ഉണ്ടാവില്ല. നമ്മൾ ആദരിക്കും ആരെ? അതൊരു നമ്മളെ നാട്ടിലൊക്കെ പണ്ട് പറയുന്നൊരു കുറിക്കല്യാണം എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. ഇക്കുറിയത്തെ കുറിക്കല്യാണം ഇവിടെ കോഴിക്കോട് പയറ്റും കുറിക്കല്യാണമൊക്കെയാണ്. ഇപ്പം ഈ പ്രാവശ്യം ഞാൻ 100 കൊടുത്താൽ അടുത്ത പ്രാവശ്യം എനിക്കിങ്ങോട്ട് 200 രൂപ തിരിച്ചു തരണം. അതുപോലെ ഞാൻ അങ്ങോട്ട് ആദരിച്ചാൽ എനിക്കതുകൊണ്ട് തിരിച്ചാദരവ് കിട്ടണം. അല്ലെങ്കിൽ എനിക്കതിലൂടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള എന്തെങ്കിലും എൻ്റെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സാധിക്കണം. ഇതിൻ്റെ അപ്പുറം ആത്മാർത്ഥമായി ഈ രംഗത്തേക്ക് ഇറങ്ങിയ ഒരാളെ, അത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അവരാദരിക്കലും അവരുടെ ജീവിതത്തിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് ഇടപെടേണ്ടതും എന്നുള്ളൊരു ബോധ്യം നമ്മുടെ സമുദായത്തിനില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.